നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SDPI കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ കൊഴുക്കുകയാണ് കേട്ടോ. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുമായി UDF ബന്ധമുണ്ടാക്കിയെന്നുള്ളൊരു ആക്ഷേപം, ആ ആക്ഷേപം ഇടതുപക്ഷവും BJPയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ SDPIയുമായി ഒരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് SDPIയുടെ കേരളത്തിലെ വോട്ടുകൾ എത്രയുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ 2019 കുറവുണ്ടായതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ SDPI പോലുള്ളവരെ ഭയക്കുന്നത് എന്നുള്ളതാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ മത്സരിച്ച SDPIക്ക് ആകെ കിട്ടിയത് 80,111 വോട്ടുകളാണ്. ആകെ പോൾ ചെയ്തതിൻ്റെ 0.4% SDPIക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത്. കണ്ണൂർ, വടകര, വയനാട്, മലപ്പുറം, പാലക്കാട്, ചാലക്കുടി, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് SDPI എന്ന് പറയപ്പെടുന്ന പാർട്ടി മത്സരിച്ചത്. കണ്ണൂരിൽ 8,139, വടകരയിൽ 5,543, വയനാടിൽ 5,424, മലപ്പുറത്ത് 19,990, പൊന്നാനിയിൽ 18,114, പാലക്കാട് 5,746, ചാലക്കുടിയിൽ 4,685, എറണാകുളത്ത് 4,309, ആലപ്പുഴയിൽ 1,125, ആറ്റിങ്ങലിൽ 5,428. ഇതാണ് SDPIയുടെ വോട്ടുകൾ. ഇതാണ് ഇത്രയും വലിയ വോട്ടുകൾ നേടിയ SDPIയുടെ കണക്ക് എന്ന് പറയപ്പെടുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI കൂടുതൽ വോട്ടുകൾ നേടിയത് മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലാണ്. മലപ്പുറത്ത് ഏകദേശം 47,853 വോട്ടും പൊന്നാനിയിൽ 26,640 വോട്ടുമാണ് SDPI നേടിയതെങ്കിൽ കോട്ടയത്ത് 3,513, തിരുവനന്തപുരത്ത് 4,820, മാവേലിക്കരയിൽ 8,946, തൃശ്ശൂരിൽ 6,894, ആലത്തൂരിൽ 7,820, കാസർഗോഡ് 9,713, ആറ്റിങ്ങൽ 11,225, കൊല്ലത്ത് 12,812, പത്തനംതിട്ടയിൽ 11,353, ആലപ്പുഴയിൽ 10,993, ഇടുക്കിയിൽ 10,401, എറണാകുളത്ത് 14,825, ചാലക്കുടിയിൽ ഏകദേശം 14,386, പാലക്കാട് 12,504, കോഴിക്കോട് 10,596, വയനാട് 14,326, വടകര 15,058, കണ്ണൂരിൽ 19,170 SDPIക്ക് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്നുള്ളതാണ്. ഇതാണ് SDPIയുടെ ഒരു വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിതമായിട്ടുള്ള ഒരു സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. ആ SDPIയുടെ വിഴുപ്പ് ചുമക്കേണ്ട അധിക ബാധ്യത കോൺഗ്രസിനുണ്ടോ എന്ന് കോൺഗ്രസ് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഈ SDPIയെ ഭയക്കുന്നതാരാണ്? SDPI എന്ന് പറയപ്പെടുന്ന ഈ സംഘടനയെ ഭയക്കുന്നതാരാണ്? നിരോധിത സംഘടന മുഖം മാറ്റി വരുന്നു, മറ്റൊരു രാഷ്ട്രീയ മുഖം സ്വീകരിക്കുന്നു. ആ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് പറയപ്പെടുന്നത്. എന്നിട്ടും ആ SDPIക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു. ആ സ്ഥാനാർത്ഥികൾ നിൽക്കപ്പെടുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം മത്സരിക്കാതെ UDFന് ഇപ്പോൾ വോട്ട് ചെയ്യുവാനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SDPയുമായിട്ട് യാതൊരു തരത്തിലുമുള്ള സഖ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാദോരാതെ പറയുന്നുമുണ്ട്. യാതൊരു സഖ്യവുമില്ല ഈ SDPയുമായിട്ടെന്ന് അവർ പറയുന്ന കാര്യം, തീവ്രവാദ നിലപാടുകളുള്ള ഒരു സംഘടനയുമായിട്ട് കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നാണ്. അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് സതീശൻ വാർത്താസമ്മേളനത്തിൽ പലവട്ടം പറയുകയും ചെയ്തു. പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാം. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയും RSSുമായി ചർച്ച നടത്തിയത് CPM ആണ് എന്നാണ് സതീശൻ്റെ വാദം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPയുമായി സഖ്യമുണ്ടാക്കിയത് ആരായിരുന്നു? CPM ആയിരുന്നു. BJPക്ക് രാജ്യത്ത് ബദൽ എന്ന നിലയിൽ കോൺഗ്രസിന് പലരും പിന്തുണ നൽകുന്നുണ്ട് എങ്കിലും പക്ഷേ ഈ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയപ്പെടുകയാണ് SDPയുടെ. CPMന് പിന്തുണ നൽകുമ്പോൾ മതേതരവാദിയാകുന്നു, UDFന് ആ പിന്തുണ വരുമ്പോൾ തീവ്രവാദിയാകുന്നു. അങ്ങനെ CPM ആണോ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് സതീശൻ പറയുന്നത്. RSS നേതാക്കളുമായി, അതായത് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് CPMകാരാണ്. അതിന് പിന്നാലെയാണ് ഈ എം എന്ന് പറയുന്ന ശ്രീ എമ്മിന് 4 ഏക്കർ വരെ പതിച്ചു നൽകിയത്. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പ് വരെ ഉണ്ട് എന്ന് സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു വാർത്തയിലൂടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം SDPI നേതാക്കൾ അറിയിച്ചപ്പോൾ ദേശീയ തലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് SDPയുടെ വാദം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ വാദത്തിൽ അവർ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കണമെന്നാണ്. അതായത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത് എന്നും രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പാണ് ആവശ്യമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ്. ദേശീയ തലത്തിൽ BJP വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതുകൊണ്ട് തന്നെ CAA പിൻവലിക്കുമെന്നും ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാടും
ഒപ്പം ദേശീയ സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് UDF-നെ പിന്തുണയ്ക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SDP എത്തുന്നതെന്ന് SDP-യുടെ നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ SDP 9 ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും, അതായത് മിക്കയിടങ്ങളിലും 10,000-ലേറെ വോട്ടുകൾ അവർ നേടിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തീവ്രവാദ മുഖമുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ, നിരോധിക്കപ്പെട്ട പാർട്ടികൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികൾ, ആ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികളുടെ രാഷ്ട്രീയ മുഖവുമായിട്ട് എത്തപ്പെടുന്ന SDP പോലുള്ള തീവ്രവാദ സംഘടനകളെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. 10,000 എന്ന് പറയപ്പെടുന്ന വോട്ട് കാണിച്ച് ആരെയും ഭയപ്പെടുത്തേണ്ടതില്ല. ഇനി അങ്ങനെ വോട്ട് നേടി അധികാരത്തിലെത്തണമെന്ന് കോൺഗ്രസിനെ പോലുള്ള മൂരാച്ചികൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ. അവർക്ക് താല്പര്യമാണെങ്കിൽ അവർക്ക് SDP-യുടെ വോട്ട് നേടി അധികാരത്തിലെത്താൻ ശ്രമിക്കട്ടെ. പക്ഷേ ഈ കേരളത്തിൽ മാത്രം നടത്തുന്ന ഈ ഒരു പ്രീണന നയമുണ്ടല്ലോ, അത് പക്ഷേ അധിക കാലം പോകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. SDP-ക്ക് വേണ്ടി വാദിക്കുകയും SDP-യെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സമീപനം ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതാര് തന്നെയാണെങ്കിലും CPM-നോടൊപ്പം ചേർന്ന് നിന്ന് SDP നിന്നാൽ അവർ മതേതരവാദിയാവുകയും ആ മതേതരവാദികളായിട്ടുള്ള SDP-ഐ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നാൽ അവർ തീവ്രവാദികളാകുകയും ചെയ്യുന്ന സമീപനം ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കുക, ഇവർ തീവ്രവാദികളാണ് എന്ന് പറയുവാനുള്ള കരുത്ത് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നട്ടലില്ലാത്ത പാർട്ടികളായി ഇങ്ങനെ നപുംസകങ്ങളായി ജീവിക്കേണ്ടി വരും CPM-നും കോൺഗ്രസിനും.